ശ്രേയം സഹായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് വിശേഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. സംഖ്യാവാചക വിശേഷൻ ഒരു നാമത്തിൻ്റെ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ സംഖ്യാപരമായിട്ടുള്ള ഏതെങ്കിലും പ്രത്യേകതകളാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ഗണന, ക്രമ, ആവൃത്തി. ഗണന എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്നിങ്ങനെ പോകുന്നു. ക്രമ ആണെങ്കിലോ പഹല, ദൂസര, തീസര എക്സെട്ര. ആവൃത്തിയാണെങ്കിൽ ദുഗുന, തിഗുന, ചൗഗുന എന്നാണ് പറയുന്നത്. ഇവയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: നിശ്ചിത സംഖ്യാവാചക और അനിശ്ചിത സംഖ്യാവാചക. നിശ്ചിത സംഖ്യാവാചക ഉദാഹരണം 5 ആദ്മി, 10 ഫൂൽ എക്സെട്ര. അനിശ്ചിത സംഖ്യാവാചകമാണെങ്കിലോ കൈ ആദ്മി, ബഹുത്ത് ഫൂൽ എക്സെട്ര. വിശേഷണത്തിൻ്റെ മൂന്നാമത്തെ പിരിവാണ് പരിമാണവാചക വിശേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവിനെയും തൂക്കത്തിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇതും രണ്ടായി തിരിച്ചിട്ടുണ്ട്: നിശ്ചിത പരിമാണ് और അനിശ്ചിത പരിമാണ്. നിശ്ചിത പരിമാണത്തിന് ഉദാഹരണങ്ങളാണ് 4 മീറ്റർ കപ്പടെ, 10 കിലോ ചാവൽ എക്സെട്ര. അനിശ്ചിത പരിമാണവാചകത്തിന് ഉദാഹരണമാണ് കുച്ച് കപ്പടെ, ധോഡ ചാവൽ എക്സെട്ര. വിശേഷണത്തിൻ്റെ നാലാമത്തെ പിരിവ് നിർദ്ദേശക സാർവനാമിക എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ നിർദ്ദേശിക്കുവാനോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന വിശേഷണ പദങ്ങളാണ് നിർദ്ദേശക വിശേഷൻ എന്ന് പറയുന്നത്. നിർദ്ദേശിക്കുവാനും അതുപോലെ തന്നെ സൂചിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് സർവനാമ പദങ്ങളെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സാർവനാമിക എന്നും പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ യഹ്, വഹ്, യേ, വേ എന്നെല്ലാം പറയാവുന്നതാണ്. അതായത് യഹ് പുസ്തക് മേരി ഹേ, വഹ് ലഡ്ക രോത്താ ഹേ, ക്യാ ബാത്ത് ഹേ. ഇങ്ങനെ യഹ്, വഹ്, യേ, വേ ഇവയെല്ലാം ചേർത്തിട്ടുള്ള ഉദാഹരണങ്ങൾ കുറച്ച് നിങ്ങളും കണ്ടെത്തി നോക്കൂ. വിശേഷണത്തിൻ്റെ ഒന്നാമത്തെ പിരിവായ ഗുണവാചക വിശേഷണത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചെറിയ വീഡിയോ ആണ് കേട്ടോ, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. വിശേഷൺ അഥവാ അഡ്ജക്റ്റീവും അതിൻ്റെ പിരിവുകളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഏത് വിശേഷണമാണെന്ന് പറയാമോ? ചാലാഖ്, ബൂട്ട, ഛഡ്വാം, 8, 11, തിഗുന, ബഹുത്, ഥോഡ,